ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന ഈ ഒരു സെൽഫ് വാട്ടറിങ് പ്ലാന്റ് ആണ്. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ പേര് എവർഗ്രീൻ ടേർട്ടിൽ വൈൻ എന്നാണ്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ശരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിക്കുന്നത്. എന്നാലും വിശദമായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ബോട്ടിൽസാണ്. വേറെ സാധാരണ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുള്ളത് കൊണ്ട് ഒരു പ്ലാന്റിൻ്റെ ഇതുണ്ടാക്കാൻ ഞാൻ 2 കുപ്പിയിൽ നിന്ന് ആണ് പാർട്സ് എടുക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ചൂടാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കാം. ആദ്യം നമുക്കൊരു കത്തി എടുത്തിട്ട് കത്തി ചൂടാക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മുറിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മുറിക്കാം. അല്ലെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പൊസിഷൻ തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കിത് ഫൈനലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ അടുത്തതായിട്ട് ഈ കുപ്പിയുടെ ഏകദേശം ഇത്രയും ഒരു ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു ഭാഗം ഫുള്ള് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റോപ്പ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്ത് എടുക്കാൻ പോവാണിത്. ഇതേപോലെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ ഭാഗം പുറത്ത് കാണില്ല. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഭവം നമ്മൾ തല തിരിച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മൂടി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഇടണം. അതിനുശേഷം നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് ഇതിനെ കോർത്തെടുക്കണം. ഇതേപോലെ ഒരു ത്രെഡ് എടുത്താൽ മതി. ഇതൊരു കോട്ടൺ ത്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെള്ളം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ത്രെഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഷൂവിൻ്റെ ലേസ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൻ്റെ ഒരു പഴയ ഒരു ത്രെഡാണ്. നമുക്ക് ആദ്യം ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിൽ ഹോൾ ഇട്ടിട്ട് ആ ഹോളിൽ കൂടെ ആ ത്രെഡ് ടൈറ്റായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മിശ്രിതം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണുണ്ട്, പിന്നെ ചകിരിച്ചോറ് കുറച്ച്, അതോടൊപ്പം കുറച്ച് വളം കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ചെടിക്ക് അധികം വളത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്ക് സൺലൈറ്റ് ഒന്നും അധികം ആവശ്യമില്ലാത്ത ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് വല്ലപ്പോഴും കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകത്തിൻ്റെ കലക്കിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനധികം വെള്ളത്തിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക്
ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നിറച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ് നമ്മൾ അറ്റത്തായിട്ട് വയ്ക്കുക. ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വയ്ക്കാം ഇതേപോലെ. അതിന് ശേഷം മണ്ണ് നിറയ്ക്കാം. ഞാൻ ഈ നടാൻ പോകുന്ന ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് മണ്ണ് മതി എന്നുള്ളതാണ്. ആദ്യം ഇത്രയും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് പ്ലാന്റ്സ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് പ്ലാന്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. സമയം എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഭംഗിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു എഫേർട്ട് ഇടണം. ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതേപോലെ വെക്കുന്ന പോലെ വെച്ചതിന് ശേഷം മേലിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടിക്ക് എല്ലാ ഭാഗത്തും ഓരോ വേരിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നടാം. ഇതങ്ങോട്ട് വളർന്ന് വന്നോളും. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് വീണ് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തിരി മണ്ണ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിത് ഒന്ന് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സോയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഇതിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളം നിറയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത്. നമുക്കൊന്ന് നോക്കാം. ഇത് വയ്ക്കുമ്പോൾ കുറച്ച് പൊന്തി വരുമല്ലോ വെള്ളം. കുറച്ചും കൂടെ ഒഴിക്കാം. നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൽഫ് വാട്ടറിങ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പോട്ട് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്തു. എന്ന് വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ജാറ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഇതിന് നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഡിസൈൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലെ വെള്ളം കഴിയുമ്പോൾ ഇതിൽ വെള്ളം നിറച്ച് കൊടുത്താൽ മതി. ഇതിൽ പതുക്കെ വെള്ളം കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ നടുന്ന ഒരു ചെടിയുടെ ഇതിനനുസരിച്ചായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ത്രെഡിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ വെള്ളം എങ്ങനെ കഴിയുന്നുള്ളത്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. മാക്സിമം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പിന്നെയും വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ശരി.